ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഞാനിന്ന് വീഡിയോ ഇടുന്നത് ഞങ്ങൾ ചെന്നൈക്ക് പോയ വീഡിയോ ആണ് കേട്ടോ ഇന്നിടുന്നത്. അപ്പം ഞങ്ങൾ പോകുന്ന തിരക്കാണ് കേട്ടോ ആ കാണുന്നത്. കുറച്ച് നേരം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്നു. എന്നിട്ടാണ് ട്രെയിൻ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മോനും ചേട്ടനും ഞാനും മാത്രമാണ് ചെന്നൈക്ക് പോകുന്നത്. ചെന്നൈക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മോന് ജിം കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയിരുന്നല്ലോ. അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ നിന്ന് കോളേജിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അത് അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈ വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 3 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ട്രെയിൻ വരാൻ വൈകിയപ്പോൾ ഓരോ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ട്രെയിൻ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിനിൽ കയറി ഞങ്ങൾ 3 പേരും ചെന്നൈയിലെത്തി. ഇത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കാണുന്നത്. വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ചെന്നൈ. ഞാനിങ്ങനെ ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ട്. അമ്പലത്തിലാണ് പോയിരിക്കുന്നത്, ചെന്നൈ അമ്പലത്തിലാണ് പോയിരിക്കുന്നത്. അന്നൊന്നും ഇതുപോലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെന്നൈ എത്തിയപ്പോൾ ഇപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോൾ വീഡിയോ ഒക്കെ എല്ലാം എടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ചെന്നൈ. ഞങ്ങളവിടെ എത്തിയിട്ട് അവിടെ ഒന്ന് മെല്ലെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. മോനാണെങ്കിൽ നല്ല ടെൻഷനാണ്. കോളേജിൽ കൃത്യസമയത്ത് എത്തണമല്ലോ. അപ്പോൾ അവിടെ റിപ്പോർട്ട് കൊടുക്കണം. 3 ദിവസത്തെ ക്ലാസ്സാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരു ഓട്ടോ കിട്ടിയത്. ഓട്ടോയിൽ കയറി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴി ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ കുറേ നേരമായിട്ടും കോളേജ് എത്തുന്നില്ല. അതായത് കോളേജിലോട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ കോളേജിലോട്ടുണ്ട്. അപ്പോൾ കോളേജിലെത്താത്തതിൻ്റെ ടെൻഷനാണ് മോന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവുകയാണ്. 9 കിലോമീറ്ററോളം ഉണ്ട്. കുറേ നേരമായിട്ട് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ആന്ധ്രാപ്രദേശ് പോകണം, വിശാഖപട്ടണത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജയിച്ച 8-9 കുട്ടികളുണ്ട്. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജയിച്ച 8-9 കുട്ടികളുണ്ട്. അവരെല്ലാവരും കൂടിയാണ് ആന്ധ്രാപ്രദേശ് പോകുന്നത്, വിശാഖപട്ടണത്തേക്ക്. അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനാണ്. അവിടെ 91 കുട്ടികളൊക്കെ ഉണ്ടാവും പങ്കെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാം. ഇതുവരെ പങ്കെടുത്ത എല്ലാ കോമ്പറ്റീഷനും മോന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് കോളേജിലെത്തി. കോളേജിൻ്റെ മുൻവശത്തെത്തി, വണ്ടി ഇറങ്ങി. അപ്പോൾ അവിടെ നമുക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഫ്രണ്ടിൽ തന്നെ അവിടെ റിപ്പോർട്ട് കൊടുക്കണം നമുക്ക്. അവിടെ അവർ ഒരു സാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. എവിടെ നിന്നാണ് വരുന്നത്, എന്തിനാണ് വരുന്നതെല്ലാം നമ്മളവിടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കോളേജിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ വിചാരിക്കും പെട്ടെന്ന് തന്നെ എത്തുന്നു. അങ്ങനെയല്ല. ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് ഒരുപാട് ദൂരം നടന്നാലാണ് കോളേജിൻ്റെ മുന്നിലെത്തുക. അപ്പോൾ ഞങ്ങളങ്ങനെ കോളേജിൻ്റെ ഫ്രണ്ട് എത്തി. ഇതാണ് കേട്ടോ കോളേജ്, ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റി കോളേജാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ ഫ്രണ്ടിലിരുന്നു. ഒരു അച്ഛനും മോനും 2 പേരും കൂടി അതുപോലെ ഓരോ ഫ്രണ്ട്സിനെ അവിടെ കിട്ടി. 2-3 പേരെ ഫ്രണ്ട്സ് കിട്ടി. അവർ നേരത്തെ പരിചയമുള്ളവരാണ്. അവരുമായിട്ട് നേരെ കോളേജിലോട്ട് പോകാൻ കേട്ടോ. അപ്പം ഞാനവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ടിൽ തന്നെ. വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും ഇരുന്നില്ല, മുറ്റത്ത് തന്നെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.